അങ്ങനെ ഈ മാസം 27 സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 3 ഇറങ്ങാൻ പോവുകയാണ്. ചിലർക്ക് സീസൺ 2 കണ്ടത് മുഴുവനും ഓർമ്മയുണ്ടാവും. എന്നാൽ മറ്റു ചിലർക്ക് എന്നാലും കഴിഞ്ഞ സീസണിൽ എന്തൊക്കെ തേങ്ങണവന്മാര് കാണിച്ചു കൂട്ടിയെന്ന് മുഴുവൻ അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. സീസൺ 2 തുടക്കത്തിൽ പ്ലെയിനിൽ കയറി മോളെ കാണാൻ പോയ നമ്മുടെ ഗീഹുൻ ആ തെണ്ടികൾ ഇപ്പോഴും സ്ക്വിഡ് ഗെയിം നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞ് അവന്മാരെ പൂട്ടിക്കെട്ടാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരും. എന്നിട്ട് അവന്മാര് ഗീഹുനെ ട്രാക്ക് ചെയ്യാനായി കയ്യിന്റെ ഇടയിലോ കാലിന്റെ ഇടയിലോ ചിപ്പെങ്ങാനും വെച്ചിട്ടുണ്ടോ എന്ന് തപ്പി നോക്കുമ്പോ ചെവിയുടെ സൈഡിൽ നിന്ന് ഒരു തൊലിഞ്ഞ ക്ലിപ്പ് ഗീഹുന് കിട്ടും. പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഗീഹുൻ സ്ക്വിഡ് ഗെയിമിന്റെ റിക്രൂട്ടറെ കണ്ടുപിടിക്കാനായിട്ട് ആളെ ഇറക്കി തപ്പും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഗീഹുൻ ഇറക്കിയ രണ്ടുപേര് മെട്രോ സ്റ്റേഷനിൽ വെച്ച് ആ റിക്രൂട്ടറിനെ കാണും. ഇവന്മാർ രണ്ടുപേരും ആ അപ്പന്റെ പിന്നാലെ അവനെയും ഫോളോ ചെയ്ത് അങ്ങോട്ട് പോകും. ഫോളോ ചെയ്തത് മാത്രമല്ല, ഓവർ കോൺഫിഡൻസ് കാട്ടി അവനെ കയറി തല്ലാൻ പോയി ലാസ്റ്റ് അവൻ യുവന്മാരെടുത്തിട്ട് പഞ്ഞിക്കിടും. അത് കഴിഞ്ഞ് രണ്ടിനെയും കെട്ടിയിട്ട് റോക്ക് പേപ്പർ സിസർ ഗെയിം കളിച്ച് ഒരുത്തനെ തട്ടും. മറ്റവനെ കൊണ്ട് ഗീഹുന്റെ സ്ഥലം എവിടെയാണെന്നും പറയിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീഹുൻ കുടുംബത്തോട്ട് കയറി വരുമ്പോ ഈ മൊണ്ണ നമ്മുടെ ഗീഹുന്റെ വീടിന്റെ ഉള്ളിൽ നിൽക്കണം. ഉടനെ തന്നെ ഈ അപ്പൻ നമ്മുടെ ഗീഹുനായിട്ട് വീണ്ടും ഒരു ഗെയിം കളിക്കാൻ തുടങ്ങും. പക്ഷെ ആ ഗെയിമില് അവൻ മൂഞ്ചും. അവന്റെ കഥ അവിടെ കഴിഞ്ഞു. എന്നാൽ സ്ക്വിഡ് ഗെയിമിലേക്ക് എത്താനുള്ള ഒരു ലീഡ് അവന്റെ പോക്കറ്റിൽ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഗീഹുനും ഡിറ്റക്റ്റീവും കുറെ പിള്ളേരും കൂടി ചേർന്ന ഒരു ടീമായിട്ട് കുറെ തോക്കും പിടിച്ച് നമ്മുടെ ഗീഹുന്റെ അണ്ണാക്കിൽ ഒരു ട്രാക്കറും വെച്ച് മറ്റവന്റെ പോക്കറ്റിൽ നിന്നും കിട്ടിയ ലീഡ് വെച്ച് അവിടേക്ക് പോകും. അതാണെങ്കിൽ ഒരു സീക്രട്ട് ഹാലോവിൻ പാർട്ടി ആയിരുന്നു. അവിടെ വെച്ച് എല്ലാവരും സ്പ്ലിറ്റ് ആയി മാറും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ സ്ക്വിഡ് ഗെയിമിലെ ഒരു തൊലിഞ്ഞ സോൾജർ വന്നിട്ട് നമ്മുടെ ഗീഹുനെ കൊണ്ടുപോയിട്ട് ഒരു യമണ്ടൻ കാറിന്റെ ഉള്ളിലോട്ട് കയറ്റും. കാറാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പൊ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവും ടീമും ഗീഹും പോകുന്ന കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ആ കാറിന്റെ അകത്താണെങ്കിൽ ഒരു പന്നിത്തലയുള്ള സ്പീക്കറിൽ കൂടി നമ്മുടെ ഫ്രണ്ട് മാൻ ഗീഹുനോട് കൊണച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഗീഹും പറയും, കൊണയുടെ നിർത്തുമലരെ എനിക്കും വീണ്ടും സ്ക്വിഡ് ഗെയിമിൽ പ്ലെയർ ആയിട്ട് മത്സരിക്കണമെന്ന്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് മാൻ പറയും, ഓഹോ നിനക്ക് അത്രക്ക് ധൈര്യം ഉണ്ടോ, എന്നാ നീ വാടാ എന്ന് പറഞ്ഞ് കാറ് മൊത്തം പുകച്ചു വിട്ട് നമ്മുടെ ഗീഹുനെ മയക്കി കിടത്തും. ഇതേ സമയം നമ്മുടെ ഗീഹുനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഡിറ്റക്റ്റീവിനെയും ടീമിനെയും കാറിന്റെ ടയറിൽ വെടിവെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇതേ ടൈമിൽ മറ്റൊരിടത്ത് കിം ജുങ് ഹി എന്ന ലേഡി നോർത്ത് കൊറിയയിൽ കാണാണ്ട് പോയ തന്റെ മകളെ കണ്ടെത്താനായി പണം ഉണ്ടാക്കാനായി ഒരു പാർക്കിൽ ജോലി ചെയ്യുകയായിരിക്കും. അവിടെ വെച്ചിട്ട് ഒരു കുഞ്ഞു കൊച്ചിനെയും ആ കൊച്ചിന്റെ അച്ഛനെയും ഇവള് പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെട്ട് ആ കൊച്ചായിട്ട് ഇവൾക്കൊരു ബോണ്ട് ക്രിയേറ്റ് ആവും. അങ്ങനെ പൈസ ഉണ്ടാക്കാനായിട്ട് കിടന്ന് നട്ടോട്ടോടുന്ന ഇവക്ക് സ്ക്വിഡ് ഗെയിമിന്റെ ഇൻവിറ്റേഷൻ കാർഡ് വരും. അപ്പൊ തന്നെ ഇവള് അതിലേക്ക് കോളും ചെയ്യും. എന്തായാലും ലൈഫ് മൂഞ്ചി. പൈസ ഉണ്ടാക്കാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഇവള് പിറ്റേന്ന് തന്നെ ജോലി രാജിവെച്ച് സ്ക്വിഡ് ഗെയിമിലോട്ട് പോകും. പ്ലെയർ ആയിട്ടല്ല, അവിടുത്തെ സോൾജർമാരിൽ ഒരാളായിട്ട്. ഗീഹുൻ കണ്ണൂർ നോക്കുമ്പോ അവന്റെ പണ്ടത്തെ അതേ റൂമിൽ തന്നെ കിടക്കണം. അവിടുത്തെ പ്ലെയേഴ്സിന്റെ ഇടയിൽ നമ്മുടെ ഗീഹുന്റെ ബെസ്റ്റ് ബഡീനെ കാണുമ്പോ ഗീഹുൻ ഷോക്കായി പോകും. ഗീഹുൻ അവനോട് പറയും, മലരെ ഇത് നീ വിചാരിക്കണ പോലത്തെ കളിയല്ല, അവന്മാരടി ചണ്ണാക്കി തന്നിട്ട് നിന്നെ മേപ്പോട്ടേക്ക് അയക്കും. പക്ഷെ അങ്ങേരുന്നൊന്നും കാര്യമായിട്ട് എടുക്കൂല. അങ്ങനെ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വോട്ടിംഗ് നടത്തും. എല്ലാവരും കളിക്കാൻ റെഡിയാവും. കാരണം അവന്മാർക്ക് അറിയില്ലല്ലോ ഇത് അവന്മാരുടെ ഒടുക്കത്തെ കളിയാണെന്ന്. ഇതേ സമയം നമ്മുടെ ഡിറ്റക്റ്റീവും ടീമും ഗീഹുന്റെ അണ്ണാക്കിലോട്ട് വെച്ച ട്രാക്കർ ട്രേസ് ചെയ്ത് പോകുമ്പോ അത് തേടാ ഒരു തൊലിഞ്ഞ ബീച്ചിൽ വെറുതെ കിടക്കണം. അതായത് അത് നേരത്തെ തന്നെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ ടീം ഗീഹുന്റെ അണ്ണാക്കിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഗെയിം തുടങ്ങും. ഗീഹുൻ എല്ലാരെയും വാൺ ചെയ്തെങ്കിലും ആരും ഒരു പട്ടിയുടെ വില പോലും കൊടുക്കൂല. അങ്ങനെ കളി തുടങ്ങി കുറെ എണ്ണം ചത്തു വീഴുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും മൂഞ്ചി തെറ്റിന്ന്. പിന്നെ എല്ലാരും നമ്മുടെ ഗീഹുൻ പറയണ പോലെ കേട്ടിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങും. അതിൽ കുറെ പേര് രക്ഷപ്പെടും, ബാക്കിയുള്ളവർ മരിക്കും. ഈ സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് ദേ ഇവള്. അങ്ങനെ കളി കഴിഞ്ഞ് എല്ലാവരും റൂമിൽ വന്ന് തൊലിഞ്ഞിരിക്കുമ്പോ ഗെയിമിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിക്കും. പക്ഷെ അപ്പൊ തന്നെ ജയിച്ചാ കിട്ടുന്ന പൈസ എത്രയാണെന്ന് എല്ലാരും കാണിക്കുമ്പോ അപ്പൊ തന്നെ കുറെ പേരെ മൈൻഡ് മാറും. കുറെ പേര് കളിക്കണമെന്നും കുറെ പേര് വേണ്ടെന്നും പറയും. അങ്ങനെ നമ്മുടെ സോൾജേഴ്സ് വന്നിട്ട് വീണ്ടും ഒരു വോട്ടിംഗ് നടത്തും. ഇതിലാണെങ്കിൽ ഓരോരുത്തരും വോട്ട് ചെയ്ത് വോട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈ ആയി നിൽക്കും. അങ്ങനെ ലാസ്റ്റ് പ്ലെയർ ആയ പ്ലെയർ നമ്പർ 1 വന്ന് ഗെയിം കണ്ടിന്യൂ ചെയ്യാനായിട്ട് വോട്ട് ചെയ്യും. ഈ പ്ലെയർ നമ്പർ 1 വേറെ ആരുമല്ല, നമ്മുടെ ഫ്രണ്ട് മാൻ ആണ്. ഫ്രണ്ട് മാൻ ഒരു മാന്യനായിട്ട് നടിച്ച് നമ്മുടെ ഗീഹുനായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കും. ഫ്രണ്ട് മാൻ അണ്ണന്റെ വൈഫ് മരിച്ച കഥയൊക്കെ പറഞ്ഞ് സെന്റി അടിച്ചിരിക്കും. അങ്ങനെ അടുത്ത കളി തുടങ്ങും. ആ കളിയിൽ നമ്മുടെ ഗീഹുൻ ഒരു ടീം ഫോം ചെയ്യും. കാരണം വേറൊന്നല്ല, ആ ഗെയിം ഒരു ടീമായി കളിക്കുന്ന ഗെയിമാണ്. അങ്ങനെ നമ്മുടെ ഗീഹുന്റെ ടീം ആ കളി ജയിക്കും. കളി കഴിഞ്ഞ് റൂമിൽ വന്ന് നമ്മുടെ ഗീഹുനും ഫ്രണ്ട് മാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇതേ സമയം അവിടുത്തെ സോൾജേഴ്സ് ഓർഗൻസ് എല്ലാം എടുത്ത് മറച്ചു വെക്കുന്ന കാര്യം കണ്ട് ഇവൾ അതിനൊന്നും കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് അവന്മാരായിട്ട് മുട്ടം കലിപ്പാവും. ഇതേ സമയം നമ്മുടെ ഡിറ്റക്റ്റീവ് ഗീഹുനെ തപ്പി നടന്ന് ഒരു തൊലിഞ്ഞ ദ്വീപിലോട്ട് വീണ്ടും കയറി ചെല്ലും. അങ്ങോട്ട് കയറി ചെന്ന് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാപ്പിലോട്ട് ചെന്ന് ചാടും. അത് കഴിഞ്ഞ് ബോട്ടിലുമാരൊപ്പമുള്ള ഒരു ക്യാപ്റ്റൻ ഒറ്റുകാരൻ തെണ്ടിയാണെന്ന് റിവീൽ ചെയ്യും. അങ്ങനെ വീണ്ടും ഒരു ഗെയിം കളിക്കും. അതിലും കുറെ പേര് തീരും. ഈ ഗെയിമിന്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട് മാന്റെ തനിക്കോണം ഗീഹുന്റെ ഫ്രണ്ട് കാണും. അങ്ങനെ ഗെയിം കഴിഞ്ഞ് പിന്നെ
പിന്നെയും ഒരു വോട്ടിംഗ് നടത്തുമ്പോൾ വോട്ടിംഗ് വീണ്ടും ടൈ ആവും. അപ്പോ സോൾജേഴ്സ് വീണ്ടും ഒരു റീവോട്ടിംഗ് നടത്താനായിട്ട് 24 hours ബ്രേക്ക് എടുക്കും. അതിന്റെ ഇടയിൽ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരും തമ്മിത്തല്ലി കുറെ എണ്ണം ചാവും. അങ്ങനെ തല്ല് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സോൾജേഴ്സ് കയറി വരും. ഇങ്ങനെ സോൾജേഴ്സ് കയറി വരുമ്പോൾ നമ്മുടെ ഗീഹുനും ടീമും പ്ലാൻ ചെയ്ത് സോൾജേഴ്സിനെല്ലാം ഇടിച്ചിട്ട് തോക്കും തട്ടി പറിച്ച് അവന്മാരെ വെടിവെച്ചിടും. പിന്നീട് അവിടെ ഒരു 1.5 യുദ്ധം നടക്കും. മൊത്തം വെടിയും പുകയും മാത്രം. അതിന്റെ ഇടയിൽ പ്ലെയർ 1 ട്വിസ്റ്റ് അടിച്ച് വീണ്ടും ഫ്രണ്ട്മാനായി മാറും. പോരാഞ്ഞിട്ട് നമ്മുടെ ഗീഹുന്റെ മുമ്പിൽ വെച്ച് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വെടിവെച്ചിടും. എന്നിട്ട് അവന്മാര് നമ്മുടെ ഗീഹുനെ പിടിച്ചോണ്ടുപോകും. സോ ഇത്രയാണ് സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2 സംഭവിച്ചത്. ബാക്കി സീസൺ 3.